ഹൈ സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ടോപ്പിക്കിൻ്റെ ബാലൻസ് പ്രോബ്ലംസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, രണ്ട് കോംപ്ലക്സ് നമ്പറിൻ്റെ അഡീഷൻ, അതിൻ്റെ പ്രോപ്പർട്ടീസ് ഒക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നോക്കിയട്ടെ, സം ഓഫ് ടു കോംപ്ലക്സ് നമ്പേഴ്സ് Z1 ആൻഡ് Z2 ഈസ് ഡിഫൈൻഡ് ബൈ. രണ്ട് കോംപ്ലക്സ് നമ്പറിൻ്റെ സം എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? ആദ്യത്തെ കോംപ്ലക്സ് നമ്പർ Z1നെ നമ്മളെ ഓർഡേർഡ് പെയർ x1, y1 എന്ന് എഴുതുന്നു. ഓർഡേർഡ് പെയർ x1, y1 എന്ന് പറഞ്ഞാൽ x1 പ്ലസ് iy1 ആണ്. ഇങ്ങനെ എഴുതുന്ന കാര്യം കൂടെ ഓർത്ത് വെച്ചോണേ. രണ്ടാമത്തെ കോംപ്ലക്സ് നമ്പർ Z2നെ നമ്മൾ ഓർഡേർഡ് പെയർ x2, y2 എഴുതുന്നു എന്ന് പറഞ്ഞാൽ x2 പ്ലസ് iy2 ആയിരിക്കും. ഓക്കെ, അപ്പം ഈ രണ്ട് കോംപ്ലക്സ് നമ്പറിൻ്റെ സം എന്ന് പറഞ്ഞാൽ അതിൻ്റെ റിയൽ പാർട്ടുകളെ നമ്മൾ പരസ്പരം ആഡ് ചെയ്യണം. അപ്പോൾ റിയൽ പാർട്ട് ആരാ? x1 പ്ലസ് x2 ആയിരിക്കും. അപ്പം ഈ രണ്ട് കോംപ്ലക്സ് നമ്പറിൻ്റെ സം Z1 പ്ലസ് Z2 എന്ന് പറഞ്ഞാൽ അതിൻ്റെ റിയൽ പാർട്ടിൻ്റെ സമ്മാണ് ആദ്യം x1 പ്ലസ് x2 വരും. അതിനുശേഷം ആരെ ആഡ് ചെയ്യണം? ഇമാജിനറി പാർട്ടിനെ ആഡ് ചെയ്യുന്നു. പ്ലസ് ഇമാജിനറി പാർട്ട് എന്താണ്? പ്ലസ് iy1 പ്ലസ് iy2 ആയിരിക്കും. ഓക്കെ, റിയൽ പാർട്ടിൻ്റെ സമ്മേ പ്ലസ് ഇമാജിനറി പാർട്ടിൻ്റെ സമ്മാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു x1 പ്ലസ് x2 പ്ലസ് ഈ ഇമാജിനറി പാർട്ടിനകത്ത് രണ്ടിനകത്തും i ഇല്ലേ? അപ്പം i അങ്ങ് കോമൺ എടുത്താൽ ബ്രാക്കറ്റ് നമുക്ക് എന്ത് എഴുതാം? y1 പ്ലസ് y2 എഴുതുന്നു. ഓക്കെ, അപ്പോൾ രണ്ട് കോംപ്ലക്സ് നമ്പറിനെ സമ്മത കാണാൻ പറഞ്ഞാൽ അതിൻ്റെ റിയൽ പാർട്ടിനെ സെപ്പറേറ്റ് ആഡ് ചെയ്യണം, ഇമാജിനറി പാർട്ടിനെ സെപ്പറേറ്റ് ആഡ് ചെയ്യണം. ഇമാജിനറി പാർട്ടിനെ സെപ്പറേറ്റ് ആഡ് ചെയ്യുമ്പോൾ i കോമൺ ആയിട്ട് എഴുതണം. ഓക്കെ, ഇതിനെ നമുക്ക് എങ്ങനെ ഓർഡേർഡ് പെയറായിട്ട് എഴുതാം? ഇതിനെ നമുക്ക് ഓർഡേർഡ് പെയറായിട്ട് x1 പ്ലസ് x2, y1 പ്ലസ് y2 എന്ന് ഓർഡേർഡ് പെയറായിട്ടും എഴുതാം. ഓക്കെ, അപ്പം ഓർഡേർഡ് പെയർ x1 പ്ലസ് x2, y1 പ്ലസ് y2 എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? x1 പ്ലസ് x2 പ്ലസ് i ഇൻറ്റു ഐയുടെ ബ്രാക്കറ്റിൽ y1 പ്ലസ് y2 എന്നാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, അത് മറന്നുപോലെ ഇങ്ങനെ എഴുതിയാൽ ഓർഡേർഡ് പെയർ x1 പ്ലസ് x2, y1 പ്ലസ് y2 എന്ന് എഴുതിയാൽ അതിനെ നമുക്ക് നേരെ തിരിച്ച് എങ്ങനെ എഴുതാം? x1 പ്ലസ് x2 പ്ലസ് i ഇൻറ്റു y1 പ്ലസ് y2 എന്ന് എഴുതാം. ഓക്കെ, ഇതാണ് രണ്ട് കോംപ്ലക്സ് നമ്പറിനെ സം ചെയ്യുന്ന രീതി, Z1 പ്ലസ് Z2 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ പ്രോഡക്റ്റ് ആണെങ്കിലോ സമ്മ് പോലെ നമുക്ക് പ്രോഡക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇതേ രണ്ട് കോംപ്ലക്സ് നമ്പറിൻ്റെ പ്രോഡക്റ്റ് നമ്മളെ Z1 Z2 എഴുതും. അപ്പോൾ Z1 Z2 ഈക്വൽ ടു Z1 എന്ന് പറഞ്ഞാൽ ഓർഡേർഡ് പെയർ x1 y1 ആണ്, Z2 എന്ന് പറഞ്ഞാൽ ഓർഡേർഡ് പെയർ x2 y2 ആണ്. നമുക്കതിൻ്റെ പ്രോഡക്റ്റ് കാണാൻ വേണ്ടിയുള്ള സൗകര്യത്തിന് x1നെ നമ്മൾ x1 പ്ലസ് iy1 എന്ന് എഴുതുന്നു, ഇൻറ്റു x2നെ നമ്മൾ x2 പ്ലസ് iy2 എന്ന് എഴുതും. ഓർഡേർഡ് പെയറിനെ നമുക്ക് ഇങ്ങനെ മാറ്റാമല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം അല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? x1 കൊണ്ട് ഈ ബ്രാക്കറ്റിനെ ആദ്യം മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എന്തൊരും x1 ഇൻറ്റു ബ്രാക്കറ്റിൽ x2 പ്ലസ് iy2 വരുന്നു. ഓക്കെ, അടുത്തതോ iy1 കൊണ്ട് ഈ ബ്രാക്കറ്റിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എന്ത് വരും? പ്ലസ് iy1 ഇൻറ്റു iy1ൻ്റെ ബ്രാക്കറ്റിൽ x2 പ്ലസ് iy2 വരും. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇനിയും ഈ ബ്രാക്കറ്റിനെ x1 വെച്ച് ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ x1 ഇൻറ്റു x2 വരും ആദ്യത്തെ ടേം. അടുത്തതോ x1 ഇൻറ്റു iy2 വരും. അപ്പോൾ നമുക്ക് i ആദ്യം എഴുതാം, i ഇൻറ്റു x1 y2 വരും. ഓക്കെ, അടുത്തത് iy1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴോ പ്ലസ് iy1 ഇൻറ്റു x2 വരും. ഓക്കെ, പ്ലസ് iy1 ഇൻറ്റു x2 വരും. അടുത്തതോ iy1 ഇൻറ്റു iy2. അപ്പോൾ രണ്ട് i ഇല്ലേ? i സ്ക്വയർഡ് ആകത്തില്ലേ? i സ്ക്വയർഡ് ഇൻറ്റു y1 y2 വരും. ഓക്കെ, തൊട്ട് മുമ്പിലത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞായിരുന്നു i സ്ക്വയർഡിൻ്റെ റിസൾട്ട് എത്രയാണ്? i സ്ക്വയർഡിൻ്റെ റിസൾട്ട് മറന്നുപോലെ i സ്ക്വയർഡിൻ്റെ റിസൾട്ട് -1 ആണ്. അപ്പം ഈ i സ്ക്വയർഡ് വേണമെങ്കിൽ നമുക്ക് എത്ര കൊടുക്കാം? -1 കൊടുക്കാം. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു x1 പ്ലസ് x2 അതേപോലെ എഴുതി, പ്ലസ് i ഇൻറ്റു x1 y2 വരും, പ്ലസ് അടുത്ത ടൈം i ഇൻറ്റു y1 x2 വരും. ഇവിടെ i സ്ക്വയർഡ് വരുന്നത് -1 കൊടുത്താൽ അതങ്ങനെ എന്തായിപ്പോൾ മൈനസ് y1 y2 ആവും. ഓക്കെ, അപ്പം അവിടുത്തെ റിയൽ പാർട്ട് ആര് മാത്രമേ ഉള്ളൂ? x1 x2 മൈനസ് y1 y2 എന്ന് പറയുന്നതാണ് റിയൽ പാർട്ട്. അപ്പം x1 x2 മൈനസ് y1 y2 എന്ന് പറയുന്നതാണ് റിയൽ പാർട്ട്. i ഇല്ലാത്ത പാർട്ടാണ് റിയൽ പാർട്ട്. അപ്പോൾ x1 x2 മൈനസ് y1 y2 i ഇല്ലാത്ത പാർട്ട് അത് റിയൽ പാർട്ടാണ്. പിന്നെ i ഉള്ള രണ്ട് നമ്പേഴ്സ് ഉണ്ടല്ലോ, അതിൽ നിന്ന് നമുക്ക് ഏത് പുറത്തെടുക്കാം? i പുറത്തെടുക്കാം. അപ്പോൾ എങ്ങനെ എഴുതാം? i ഇൻറ്റു അതിൻ്റെ ബ്രാക്കറ്റ് എന്തുവരും? x1 y1 പ്ലസ് y1 x2 വരും. ഓക്കെ, x1 y1 പ്ലസ് y1 x2. ഇത് i ഇല്ലാത്ത പാർട്ട് റിയൽ പാർട്ടും ഇത് i ഉള്ള പാർട്ട് ഇമാജിനറി പാർട്ട്. ഇതിനെ നമുക്ക് ഓർഡേർഡ് പെയറായിട്ട് വേണമെങ്കിൽ എഴുതാമല്ലോ. ഓർഡേർഡ് പെയറായിട്ട് എഴുതുമ്പോൾ ആദ്യത്തെ പെയറ് x1 x2 മൈനസ് y1 y2 വരുന്നു. അതിനുശേഷം കോമ, രണ്ടാമത്തെ എന്തുവരും? x1 y1 പ്ലസ് y1 x2 വരും. x1 y1 പ്ലസ് y1 x2. ഇതാണ് Z1 Z2 എന്ന് പറയുന്ന അതിൻ്റെ പ്രോഡക്റ്റ്. x1 x2 മൈനസ്
x1 x2 മൈനസ് y1 y2 x1 y1 പ്ലസ് y1 x2. ഇതിനെ നമുക്ക് തിരിച്ചത് ഇങ്ങനെയും എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, ഇതാണ് രണ്ട് കോംപ്ലക്സ് നമ്പറിന്റെ പ്രോഡക്റ്റ് z1 z2 എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനെ എളുപ്പം എഴുതുന്നത് എങ്ങനെയാണെന്ന് നോക്കിയേ. എളുപ്പം എഴുതാൻ മതി. x1നെ x2 കൊണ്ട് ഗുണിക്കുന്നു, x1 x2 വരും അല്ലേ. x1 x2 ഇത്രയും നമ്മൾ സിംപ്ലിഫൈ ചെയ്യാതെ മനസ്സിലാക്കാൻ x1 x2 മൈനസ് y1 y2. ആദ്യത്തെ ഓർഡേഡ് പേരിനകത്തെ ആദ്യത്തെ എലമെന്റ് x1 x2 മൈനസ് y1 y2. ബാക്കിയുള്ളത് എന്താണ്? ഐയുടെ കോയിഫിഷ്യൻ്റ് ആണ്. അപ്പോൾ എന്ത് വരും? x1 y2 വരും. ഓക്കെ, x1 y2 വരും പ്ലസ് എന്ത് വരും? y1 x2 വരും. x1 y2 അല്ല x1 സോറി ഇവിടെ ഇപ്പം x1 y2 ആണ്. ഇതാ ഇവിടെ x1 y2 y1 x2 അതിൻ്റെ അതാടെ രണ്ടാമത്തെ ഓർഡേഡ് പേരാണ്. മനസ്സിലായല്ലോ? അപ്പം എളുപ്പം എഴുതാനുള്ള വാല്യൂ x1 x2 മൈനസ് y1 y2 വരും. അടുത്തത് x1 y2 വരും, y1 x2 വരും. അതിൻ്റെ കോയിഫിഷ്യൻ്റ് i ഇൻറ്റു ആണ്, അത് ഇമാജിനറി പാർട്ടാണ്. ഓക്കെ, ഇങ്ങനെയാണ് രണ്ട് കോംപ്ലക്സ് നമ്പറിൻ്റെ പ്രോഡക്റ്റ് കാണുന്നത്. അപ്പം ഇതേപോലെ സിംപ്ലിഫൈ ചെയ്ത് കാണാൻ സമയം കിട്ടത്തില്ല അല്ലെ, നമുക്ക് പെട്ടെന്ന് എഴുതണമെങ്കിൽ ഇതാ ഇങ്ങനെ ഓർത്താൽ മതി. x1 x2 ഇൻറ്റു y1 y2 എന്നല്ലേ നമ്മൾ ഓർഡേഡ് പേരായിട്ട് എഴുതുമ്പോൾ. അപ്പോൾ ഓർഡേഡ് പേരായിട്ട് എഴുതുമ്പോൾ എന്ത് ചെയ്യണം? x1നെ x1 ഇൻറ്റു x2 അല്ലേ, x1 x2 x1 y1ഉം എഴുതിപ്പോൾ മാറിപ്പോയി. x1 y1ഉം ഇത് x1 y1 ഇൻറ്റു എന്ത് വരും? x2 y2. x1 y1 ഇൻറ്റു x2 y2. എങ്ങനെ എഴുതണം? x1 x2 അല്ലേ. ആദ്യത്തെ ഓർഡർ വരുമ്പം x1 x2 വരും, പിന്നെ y1 y2. അപ്പോൾ x1 x2 നടുക്കത്തെ സിമ്പിൾ മൈനസ് ആണ്, മൈനസ് y1 y2. ഇത് ആദ്യത്തെ ഓർഡർ വരും. രണ്ടാമത്തെ എഴുതുമ്പോഴോ അടുത്തത് x1 y2 ഓക്കെ x1 y2 വരും, പിന്നെ പ്ലസ് y1 x2 വരും. x1 y2 പ്ലസ് y1 x2 വരും. എളുപ്പം എഴുതാൻ ഈ ഒരു രീതി പഠിച്ചു വെച്ചോണേ. ഓക്കെ, ഇങ്ങനെയാണ് ഒരു രണ്ട് കോംപ്ലക്സ് നമ്പർ തന്നാൽ അതിൻ്റെ അഡീഷനും അതിൻ്റെ സബ് അഡീഷനും മൾട്ടിപ്ലിക്കേഷനും കണ്ടുപിടിക്കുന്നത്. കോംപ്ലക്സ് നമ്പറിൻ്റെ അഡീഷനും മൾട്ടിപ്ലിക്കേഷനും. ഓക്കെ, തൊട്ടടുത്തായിട്ട് നമ്മൾ പ്രോഡക്റ്റ് ഓഫ് ടു കോംപ്ലക്സ് നമ്പേഴ്സ് എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി 2-3 എക്സാമ്പിളുകൾ കൊടുത്തിട്ടുണ്ട്. ആദ്യത്തേത് x1 0 പ്ലസ് x2 0. ആദ്യത്തെ കോംപ്ലക്സ് നമ്പറിന്റെ റിയൽ പാർട്ട് x1, രണ്ടാമത്തെ കോംപ്ലക്സ് നമ്പറിന്റെ റിയൽ പാർട്ട് x2. അപ്പോൾ എന്താണ്? x1 പ്ലസ് x2 വരും, അതിൻ്റെ സമയം. ഇമാജിനറി പാർട്ട് രണ്ട് കോംപ്ലക്സ് നമ്പറിന്റെ ഇമാജിനറി പാർട്ട് 0 ആയതിന് 0 വരും. ഓക്കെ, ഇനി ഈ രണ്ട് കോംപ്ലക്സ് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യാനാണെങ്കിലോ x1 x2 ആദ്യം മൾട്ടിപ്ലൈ ചെയ്തു, x1 x2 മൈനസ് 0 അപ്പോൾ എന്ത് തന്നെ വരത്തുള്ളൂ? x1 x2 വരത്തുള്ളൂ. പിന്നെ എന്ത് ചെയ്യണം? പിന്നെ x1നെ 0 കൊണ്ട് ഗുണിച്ചു, അത് 0 ആയി. പിന്നെ 0യെ x2 കൊണ്ട് ഗുണിച്ചു, അതും 0 ആണ്. അപ്പോൾ ഇമാജിനറി നമ്പർ 0 വരും. ഓക്കെ ആണല്ലോ? അപ്പം ഏത് കോംപ്ലക്സ് നമ്പർ നമ്മൾ ആഡ് ചെയ്യുന്നത് മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഈ രീതിയിലായിരിക്കും. ഓക്കെ, വേറെ 2-3 എക്സാമ്പിൾ നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞുതരാം. നോക്കിയട്ടെ. എക്സാമ്പിൾ 2, 3യും പ്ലസ് -1, 5 ഈ രണ്ട് കോംപ്ലക്സ് നമ്പർ സം ചെയ്യാൻ ഈ രീതിയിലാണ് തരുന്നത് എങ്കിൽ നിങ്ങൾക്ക് രണ്ട് രീതി ചെയ്യാം. 2, 3 എന്ന് പറയുന്നതിന് നിങ്ങൾക്ക് 2 + 3i എന്ന് എഴുതാം. ഓക്കെ, ആദ്യത്തെ കോംപ്ലക്സ് നമ്പർ പ്ലസ് രണ്ടാമത്തെ കോംപ്ലക്സ് നമ്പർ ഓർഡേഡ് പേരായിട്ട് തന്നേക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? -1 + 5i എന്ന് എഴുതും. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ആദ്യം ആരെ ആഡ് ചെയ്യണം? റിയൽ നമ്പർ ആരാ? 2 - 1 ആണ് റിയൽ നമ്പർ. പിന്നെ അടുത്ത ഇമാജിനറി നമ്പർ എടുക്കുമ്പോൾ 3i + 5i എടുക്കണം. ഇമാജിനറി നമ്പർ 3i + 5i. 2 - 1 എത്രയാണ്? 1 ആണ്. 3i + 5i 8i ആണ്. അപ്പോൾ റിസൾട്ട് എത്ര വരും? 1 + 8i വരും. മനസ്സിലായോ? രണ്ട് കോംപ്ലക്സ് നമ്പറിനെ ആഡ് ചെയ്യാൻ പറഞ്ഞാൽ അതിൻ്റെ റിയൽ നമ്പറിനെ സെപ്പറേറ്റ് ആഡ് ചെയ്യണം, ഇമാജിനറി നമ്പറിനെ സെപ്പറേറ്റ് ആഡ് ചെയ്യണം. ഓക്കെ, വേറെ രണ്ട് കോംപ്ലക്സ് നമ്പർ എടുത്ത് 1, 0 പ്ലസ് -2, 5. 1, 0 -2, 5 രണ്ട് രീതി ചെയ്യാം. ഓർഡേഡ് പേരായിട്ട് എഴുതിയിട്ടും ചെയ്യാം, അല്ലാതെയും ചെയ്യാം. ഓർഡേഡ് പേരായിട്ട് എഴുതാതെ ചെയ്യുമ്പോൾ എന്താണ്? റിയൽ പാർട്ട് സെപ്പറേറ്റ് ആഡ് ചെയ്യണം. റിയൽ പാർട്ട് ആരാ? 1ഉം -2. 1ഉം -2 കൂടെ ആഡ് ചെയ്താൽ -1 വരും. അതിനുശേഷം സിമ്പിൾ ആരെ ഇനി ആഡ് ചെയ്യണം? ഇമാജിനറി പാർട്ട് ആരാ? 0ഉം 5ഉം കൂടെ ആഡ് 5 വരും. ഓക്കെ, ഇനി ഇതിനെ x + iy എന്നുള്ള ഫോമിൽ എഴുതിയാലോ? -1 + 5i എന്ന് വേണമെങ്കിൽ മാറ്റി എഴുതാം. ഓക്കെ, ഇങ്ങനെ എഴുതുന്ന നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിനെ എന്ത് ചെയ്യണം? ഇതിനെ നിങ്ങൾ x + iy എന്ന് പറയുന്ന ഫോമിൽ എഴുതണം. 1 + 0 എന്ന് വെച്ചാൽ എന്താണ്? 1 + 0 1 + 0i ആണ്, പ്ലസ് -2, 5 -2 + 5i ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ആദ്യം റിയൽ പാർട്ടിനെ ആഡ് ചെയ്യണം. അപ്പോൾ 1 -2 ആദ്യത്തെ ബ്രാക്കറ്റ്, അതിനുശേഷം പ്ലസ് ഇമാജിനറി പാർട്ട് ആരാണ്? 0i + 5i വരും. 1 - 2 എത്രയാണ്? -1 ആണ്.
0i പ്ലസ് 5i 5iയും വരും. ഇതിനെ ഓർഡേർഡ് പെയറായിട്ട് എഴുതിയാൽ ബ്രാക്കറ്റിൽ -1, 5 എന്ന് വരും. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് ഏത് രണ്ട് കോംപ്ലക്സ് നമ്പർ കിട്ടിയാലും ആഡ് ചെയ്യുന്ന ഈ രീതിയിലാണ്. മനസ്സിലായോ? ഏത് കിട്ടിയാലും ചെയ്ത് നോക്കാമല്ലോ. റിയൽ പാർട്ടിനെ സെപ്പറേറ്റ് ആഡ് ചെയ്യുക, ഇമാജിനറി പാർട്ടിനെ സെപ്പറേറ്റ് ആഡ് ചെയ്യുക. ഓക്കെ, ഇവിടെ അടുത്തൊരു എക്സാമ്പിൾ. ഇനി അടുത്ത് അതേപോലെ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിലോ, മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോഴത്തേനും നോക്കിയട്ടെ. മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിലോ രണ്ട് കോംപ്ലക്സ് നമ്പറിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാനാണെങ്കിൽ നോക്കിയട്ടെ, 1 + 2i ഇൻറ്റു 2 + 4i ഈ രണ്ട് കോംപ്ലക്സ് നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ തരുന്നു. ഓക്കെ, നമ്മൾ ഇതിനെ ഓർഡേർഡ് പെയറായിട്ട് എഴുതുന്നെങ്കിൽ എങ്ങനെയായിരിക്കും തന്നെ? ഓർഡേർഡ് പെയറായിട്ടാണ് ക്വസ്റ്റ്യൻ തരുന്നതെങ്കിൽ ഓർഡേർഡ് പെയർ 1, 2 ഇൻറ്റു ഓർഡേർഡ് പെയർ 2, 4 എന്ന് തരാം. അതിനെ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. എങ്ങനെയാണ്? ഒരു രീതി എന്ന് പറഞ്ഞാൽ ഇസഡ് എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറിനെ നമ്മൾ x1 + x1, y1 ഇൻറ്റു x2, y2 ഈ സ്റ്റാൻഡേർഡ് റിസൾട്ട് അങ്ങ് പഠിച്ചു വെച്ചാൽ എളുപ്പം മൾട്ടിപ്ലൈ ചെയ്യാം. എന്താണ്? x1, y1 ഇൻറ്റു x2, y2 ആണുള്ള റൂള്. x1, x2 മൈനസ് y1, y2. ഓക്കെ, x1, x2 മൈനസ് y1, y2, x1, y2 പ്ലസ് y1, x2. ഇതാണ് y1 x1 y1 x1 y2 y1 x2. ഓക്കെ, ഇതാണ് നമ്മുടെ ഒരു കോംപ്ലക്സ് നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നതെന്നുള്ള റൂള്. അതായത് x1 x2 മൈനസ് y1 y2, x1 y2 പ്ലസ് y1 x2. ഇങ്ങനെയാണ് നമ്മൾ ഒരു കോംപ്ലക്സ് നമ്പർ രണ്ട് കോംപ്ലക്സ് നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യുന്ന ഈ രീതിയിലുള്ള റൂൾ അങ്ങ് പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പം ആദ്യത്തെ കോംപ്ലക്സ് നമ്പറിനകത്ത് x1ൻ്റെ പ്ലേസിൽ 1ഉം y1ൻ്റെ പ്ലേസിൽ 2ഉമാണ്. x1ൻ്റെ പ്ലേസിൽ 1ഉം y1ൻ്റെ പ്ലേസിൽ 2. 2, 4 എന്ന് പറയുമ്പോൾ x2ൻ്റെ പ്ലേസിൽ 2ഉം y2ൻ്റെ പ്ലേസിൽ 4ഉമാണ്. ഓക്കെ, അപ്പം നമ്മൾ ഈ റിസൾട്ട് അപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് വരും? പ്രോഡക്റ്റ് x1 x2 1 × 2 മൈനസ് y1 y2 2 × 4 വരും. ഓക്കെ, x1 y2 1 × 4 വരും, പ്ലസ് x2 y1 ആണെങ്കിലോ 2 × 1 വരും. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 × 2 2 മൈനസ് 2 × 4 8 വരും. 1 × 4 4 പ്ലസ് 2 × 1 2 വരും. 2 - 8 എന്ന് പറഞ്ഞാൽ -6 ആണ്. 4 + 2 6 വരും. അപ്പം ആ കോംപ്ലക്സ് നമ്പറിൻ്റെ പ്രോഡക്റ്റ് എന്ത് വരും? പ്രോഡക്റ്റ് -6a + 6i എന്ന് റെപ്രസെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നു. ഓക്കെ, ഇതാണ് ഒരു വേ എന്ന് പറയുന്നത്. അതായത് ഓർഡേർഡ് പെയറായിട്ട് എഴുതി റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു വേ ഇതാണ്. ഇനിയും അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു? അല്ല, നിങ്ങൾക്ക് ഇത് പാടാണെന്ന് തോന്നിയാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ നമ്മൾ ബ്രാക്കറ്റ് അങ്ങ് ഓപ്പൺ ചെയ്യണം. 1 + 2i ഇൻറ്റു 2 + 4i എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? 1നെ നമ്മൾ ആദ്യം ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 2 + 4i കൊണ്ട്. അപ്പോൾ 1 × 2 ആദ്യത്തെ ടൈം വരും. അടുത്ത ടൈം എന്ത് വരും? 1 × 4i വരും. 1 കൊണ്ട് രണ്ട് ടൈമിനെ മൾട്ടിപ്ലൈ ചെയ്തു. 1 കൊണ്ട് 2നെ മൾട്ടിപ്ലൈ ചെയ്തു. 1 കൊണ്ട് 4iയെ മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, പ്ലസ് അതിനുശേഷം എന്ത് ചെയ്യണം? 2i കൊണ്ടും രണ്ട് ടൈമിനെ മൾട്ടിപ്ലൈ ചെയ്യണം. 2i കൊണ്ട് 2നെ മൾട്ടിപ്ലൈ ചെയ്യുന്നു, പ്ലസ് എന്ത് ചെയ്യണം? 2i കൊണ്ട് 4iയെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, ഇനി അതിൻ്റെ റിസൾട്ട് 1 × 2 2 ആണ്. 2 പ്ലസ് 1 × 4i 4i ആണ്. പിന്നെ 2i × 2iയും എന്താണ്? 4i ആണ് അല്ലേ? 1 × 2 2 ആണ്. 2i × 2 4i വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു അടുത്ത എത്രയാണ്? 2i × 2i എത്ര വരും? ഇവിടെ 8i² വരും. i² വാല്യൂ -1 അല്ലേ? നമ്മൾ നേരത്തെ ക്ലാസ്സിൽ കണ്ടിട്ടുണ്ട്. i² = -1 എന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത് 2 പ്ലസ് 4i പ്ലസ് 4i -8. അപ്പോൾ 2 - 8 എത്ര? 2 - 8 -6 വരും. 4i + 4i 8i വരും. ഓക്കെ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത്. അപ്പോൾ ഇവിടെ എഴുതിയപ്പോൾ എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റി. x1 x2 അല്ലേ? x1 x2 ആകുമ്പോൾ ഇവിടെ 1 × 2 2 × 4 വരും. x1 x2 അപ്പം 1 × 2 -8 -6. മറ്റേത് x1 y2 ഏത് വരും? x1 y2 ആണ് 1 × 4 വരും. ഇത് x2 y1 ആണ് 2 × 1 അല്ല 2 × 2 ആണ്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത് 2 - 8ഉം ഇത് 4 + 4 ആണ്. 4 + 4 ആവാം, ഇവിടെ 8 വരും. ഓക്കെ, അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 8i വരും. അപ്പം ഇങ്ങനെയാണ് നമ്മൾ രണ്ട് കോംപ്ലക്സ് നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അതായത് ഒന്നുകിൽ നിങ്ങൾ ഓർഡേർഡ് പെയറായിട്ട് എഴുതുക, ഈ ഒരു റിസൾട്ട് മനസ്സിൽ ബൈഹാർട്ട് ചെയ്ത് പഠിച്ചു വെക്കുക. ഈ റിസൾട്ട് അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് പെട്ടെന്ന് ഈ രീതിയിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ സാധിക്കും.
ഇല്ലെങ്കിൽ നിങ്ങൾ ഈ ബ്രാക്കറ്റിനെ സെപ്പറേറ്റ് ഓപ്പൺ ചെയ്ത് ഈ രീതിയിൽ മൾട്ടിപ്ലൈ ചെയ്യുക. രണ്ട് രീതിയിലും മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന റിസൾട്ട് സെയിം ആയിരിക്കും. ഓക്കെ ആണല്ലോ. വേറെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. രണ്ട് കോംപ്ലക്സ് നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ തന്നാൽ, അതായത് ഇസഡ് ഈക്വൽ ടു -1,3യും -1,3 ഇൻറ്റു 0,5 രണ്ട് കോംപ്ലക്സ് നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ തന്നാൽ രണ്ട് രീതിയിൽ പറഞ്ഞുതരാം. -1 + 3യെ നമുക്ക് -1 + 3i എന്ന് എഴുതുന്നു, ഇൻറ്റു 0 + 5നെ നമ്മൾ 0 + 5i എന്ന് എഴുതുന്നു. ആദ്യത്തെ സ്റ്റെപ്പിലെ -1നെ ഈ രണ്ട് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം -1 × 0 0 ആകുന്നു, പ്ലസ് അടുത്തത് -1 × 5i അല്ലേ, അപ്പം -5i വരും. ഡൗട്ട് ഇല്ലല്ലോ. -1 × 0 0 ആവും, -1 × 5i -5i ആവും. ഇനി അതുപോലെ ഈ 3i കൊണ്ട് രണ്ട് നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴോ 3i × 0 എന്താവും 3i ആകും, പ്ലസ് 3i × 3i 3 × 5 15 ആണ്, 15i² വരും. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ആദ്യത്തേത് i 10 പ്ലസും മൈനസും ചേരുമ്പോൾ -5i വരുന്നു. അടുത്തത് ഇത് പ്ലസ് 3i ആണ്. അടുത്തത് i² വില എത്ര കൊടുക്കണം? -1 കൊടുത്താൽ അത് പ്ലസ് 15 എന്നുള്ളത് -15 ആകും. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു റിയൽ പാർട്ട് ആദ്യം എഴുതി, -15 ആദ്യം എഴുതി, -5iയും പ്ലസ് 3iയുടെ കൂട്ടിയാൽ എത്ര കിട്ടും? അതായത് -5iയും പ്ലസ് 3iയുടെ ചെന്നാൽ -2i വരും. ഓക്കെ, അപ്പോൾ അതിൻ്റെ റിസൾട്ട് -15 -2i എന്നെഴുതി. അതിനെ നമ്മൾ ഓർഡേഡ് പെയറായിട്ട് എഴുതിയാലോ -15, -2 എന്നായിരിക്കും അതിൻ്റെ പ്രോഡക്റ്റ് വരുന്നത്. ഓക്കെ, ഇനി നമ്മളതിന് ഇതാ ഈ റൂൾ അനുസരിച്ചാണ് ചെയ്യുന്നതെങ്കിലോ ഇസഡിൻ്റെ പ്രോഡക്റ്റ് നമ്മൾ രണ്ട് കോംപ്ലക്സ് നമ്പറിൻ്റെ പ്രോഡക്റ്റ് എഴുതുമ്പോൾ ഓർഡേഡ് പെയർ x1 x2 - y1 y2 ആദ്യത്തെ ബ്രാക്കറ്റ്, രണ്ടാമത്തെ ബ്രാക്കറ്റ് x1 y2 പ്ലസ് y1 x2 x1 y2 y1 x2. ഓക്കെ, ഇതിനകത്ത് സഫിക്സ് അങ്ങ് തിരിച്ചെഴുതിയാൽ മതി. ഇതാണ് രണ്ട് കോംപ്ലക്സ് നമ്പറിൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതുമ്പോഴുള്ള ഓർഡേഡ് പെയർ. ഇവിടെ x1ൻ്റെ സ്ഥാനത്ത് എത്രയാണ്? ഇവിടെ x1ൻ്റെ സ്ഥാനത്ത് -1ഉം y1ൻ്റെ സ്ഥാനത്ത് 3യുമാണ്. ഓക്കെ, x2ൻ്റെ സ്ഥാനത്തോ y1ൻ്റെ സ്ഥാനത്ത് 3യുമാണ്. x2ൻ്റെ സ്ഥാനത്ത് 0യും y2ൻ്റെ സ്ഥാനത്ത് 5ഉമാണ്. ഓക്കെ, y2ൻ്റെ സ്ഥാനത്ത് 5ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഓർഡേഡ് പെയർ എങ്ങനെ എഴുതും? പ്രോഡക്റ്റ് എങ്ങനെ എഴുതും? x1 x2 വെച്ചാൽ -1 × 0 എത്രയാവും? 0 വരും, മൈനസ് y1 y2 എത്ര? 3യും 5ഉം 15 വരും. ആദ്യത്തെ ഓർഡേഡ് പെയർ, അടുത്തത് x1 y2 x1 -1 ആണ്, y2 എത്രയാണ്? 5. അപ്പോൾ -1 × 5 -5 വരും. പിന്നെ പ്ലസ് അടുത്തത് y1 x2 3 × 0 0 ആവും. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 0 - 15 -15 ആണ്, x1 y2 അല്ലേ, x1 y2 ആണ്, -1 × 5ഉം y1 x2 3 × 0 0യും വരും. 3 × 0 ആകുമ്പോൾ 0 ആകത്തില്ലേ, അപ്പോൾ -5 വരും, -15 -5 വരും. ഇപ്പോൾ ഇവിടെ വീണ്ടും എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റിയല്ലോ. -1 × 0 0 -1 × 5 -5. ഓക്കെ, 3i × 0 ഇവിടെ 0 ആയിരുന്നു എഴുതേണ്ടത്, ഞാൻ അറിയാതെ 3i × 0 0 വരും. അപ്പോൾ ഇവിടെ ഇതില്ല. അപ്പോൾ ഇവിടെ റിസൾട്ട് -5i മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ -15, -5 വരും. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം, നിങ്ങൾ ശ്രദ്ധിച്ചോണേ മിസ്റ്റേക്ക് വരാതെ. അപ്പോൾ -15, -5 വരും. ഇങ്ങനെയാണ് നമ്മൾ രണ്ട് കോംപ്ലക്സ് നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഏത് രണ്ട് കോംപ്ലക്സ് നമ്പർ കിട്ടിയാലും ഈ രീതിയിൽ മൾട്ടിപ്ലൈ ആവുമല്ലോ. ഒരു എക്സാമ്പിളും കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കാണിച്ചു തരാം. ഇസഡ് ഈക്വൽ ടു 3, -2 ഇൻറ്റു -1, -1. ഓക്കെ, അപ്പം ഈസിയസ്റ്റ് മെത്തേഡാണ് എങ്ങനെ ചെയ്യുന്നത്? ഇവിടുത്തെ x1 എന്ന് പറയുന്നത് 3 ആണ്, y1 എന്ന് പറയുന്നത് -2 ആണ്. ഏതെങ്കിലും ഒരു മെത്തേഡ് പഠിച്ചു വെച്ചാൽ മതി. x1 3ഉം y1 -2 ആണ്, x2 എന്ന് പറയുന്നത് -1ഉം y2 എന്ന് പറയുന്നത് -1 ആണ്. ഓക്കെ, അപ്പം നമ്മൾ ഏതാ ഈസിയസ്റ്റ് മെത്തേഡ്? ഓർഡേഡ് പെയർ ആദ്യത്തെ പെയർ x1 x2 -y1 y2 x1 x2 -y1 y2, എന്ത് വരും? x1 y2 പ്ലസ് y1 x2 x1 y2 പ്ലസ് y1 x2. ഓക്കെ, അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു x1 x2 ആകുമ്പം x1 3 ആണ്, x2 -3 ആണ്. അപ്പോൾ x1 x2 -3 വരും. പിന്നെ മൈനസ് y1 y2 -2 -1 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 ആകും. ഓക്കെ, x1 y2 ആകുമ്പോഴോ 3യും y2 എത്ര? -1ഉം 3യും -1 ആണ്, -3 പ്ലസ് y1 x2 ആണെങ്കിലോ y1 -2 x2 -1 y1 x2 ആണെങ്കിൽ
എത്രയാണ് വരുന്നത് 2 വരും. ഓക്കെ, അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു -3 -2 -5 -3 + 2 -1 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്കതിനെ -5 - i എന്ന് അതിൻ്റെ പ്രോഡക്റ്റ് എഴുതാം. ഓക്കെ, ഇനി ഇതിനെ തന്നെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താണോ z ഈക്വൽ ടു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യത്തേത് 3 - 2i വരും ഇൻറ്റു അടുത്തതോ -1 - i വരും. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം എന്തിനാ 3 കൊണ്ട് ഇതിനെ രണ്ടിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 × -1 -3 3 × - -3i വരും. -2i × -1 +2i വരും. ഓക്കെ, പിന്നെ -2i × -i മൈനസ് പ്ലസ് ആവും +2i² വരും. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ആദ്യത്തെ -3 അതേപോലെ എഴുതി -3i അതേപോലെ എഴുതി +2i അതേപോലെ എഴുതി. ഇനി ഇവിടെ 2i² ഇല്ലേ, i² വരെ ഏത് വില കൊടുക്കണം, i² വാല്യൂ -1 കൊടുത്തു. അപ്പോൾ ഇവിടെ എത്ര വരും, -2 വരും. i² -1 ആവും, പ്ലസ് മാറി മൈനസ് ആവും. ഓക്കെ, അവിടുത്തെ റിയൽ പാർട്ട് ആരൊക്കെയാ, -3 -2 ചേരുമ്പോൾ -5 വരും. ഇമാജിനറി പാർട്ടോ -3i +2i -3iയോടുകൂടി +2i കൂട്ടുമ്പോൾ -i വരും. ഓക്കെ, അതിനെ ഓർഡേഡ് പേരായിട്ട് എഴുതാൻ നമുക്ക് -5, -1 എന്ന് ഓർഡേഡ് പേരായിട്ട് എഴുതാൻ സാധിക്കും. ഓക്കെ, ഈ രീതിയിലാണ് രണ്ട് കോംപ്ലക്സ് നമ്പർ തന്നാൽ അഡീഷൻ നടത്തേണ്ടതും മൾട്ടിപ്ലിക്കേഷൻ നടത്തുന്നതും. ക്ലിയർ ആണല്ലോ. ഇതേ രീതിയിൽ ഏത് രണ്ട് കോംപ്ലക്സ് നമ്പർ തന്നാലും അഡീഷനും മൾട്ടിപ്ലിക്കേഷനും പഠിച്ചു വെച്ചോണം. ഓക്കെ, ഇനി ഇവിടെ 1-2 എക്സാമ്പിൾ തന്നിട്ടുണ്ട്, അതുകൂടെ ഞാനൊന്ന് പറയാം, എന്നിട്ട് നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. നോക്കിയട്ടെ. ആദ്യത്തേത് x1, 0 ഒരു കോംപ്ലക്സ് നമ്പറാണ്, x2, 0 വേറൊരു കോംപ്ലക്സ് നമ്പർ. ഇതിനെ ആഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇതിൻ്റെ റിയൽ പാർട്ടായ x1ഉം x2ഉം കൂടെ ആഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് റിയൽ പാർട്ടിൻ്റെ സമ്മ് x1 + x2 വരുന്നു. ഇമാജിനറി പാർട്ട് രണ്ടിടത്തും 0 ആൻഡ് 0 എന്ന് വരുന്നു. ഓക്കെ, ഇതിനെ നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്താൽ നമുക്കിതിനെ x1 + x2 + 0i എന്നുകൂടെ റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, ഇനി പ്രോഡക്റ്റ് എടുക്കാമെന്നല്ലോ, x1 0 × x2 0. ഓക്കെ, എന്ന് പറയുമ്പോൾ ഇവിടുത്തെ x1ൻ്റെ സ്ഥാനത്ത് x1 ആണ് വന്നേക്കുന്നത്, y1ൻ്റെ സ്ഥാനത്തോ y1ൻ്റെ സ്ഥാനത്ത് 0 ആണ്. x2ൻ്റെ സ്ഥാനത്ത് x2 തന്നെയാണ്, y2ൻ്റെ സ്ഥാനത്തോ y2ൻ്റെ സ്ഥാനത്ത് 0 ആണ്. ഓക്കെ, അപ്പോൾ നമ്മളതിൻ്റെ പ്രോഡക്റ്റ് എങ്ങനെ എഴുതുന്നത്, പ്രോഡക്റ്റ് z ഈക്വൽ ടു x1 x2 - y1 y2. ഓർഡേഡ് പേര് x1 x2 - y1 y2 കോമ എന്ത് വരും, x1 y2 പ്ലസ് എന്ത് വരും, y1 x2 വരും. x1 y2 വരും, y1 x2. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു x1 x2 എന്ന് വെച്ചാൽ ഇവിടെ x1 x2 തന്നെയാണ്, x1ൻ്റെ സ്ഥാനത്ത് x1ഉം x2ൻ്റെ സ്ഥാനത്ത് x1 x2 ആണ്. y1ഉം y2ഉം 0 ആണ്. അപ്പം x1 x2 - 0 വരും, കോമ x1 y2 0 ആയി പോകുമല്ലോ, പ്ലസ് അടുത്തതോ y1 x2 y1 0 അല്ലേ, അപ്പോൾ y1 x2 0 ആയിപ്പോൾ. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും, ദാറ്റ് ഈസ് ഈക്വൽ ടു x1 x2 - 0 x1 x2 വരും, കോമ 0 വരും. ഓക്കെ, അപ്പം അതിൻ്റെ പ്രോഡക്റ്റ് എന്താ വരുന്നത്, അതിൻ്റെ പ്രോഡക്റ്റ് റിയൽ പാർട്ട് x1 x2 ആണ്, ഇമാജിനറി പാർട്ട് 0 ആയി വരും. ഓക്കെ, ഇങ്ങനെ റിസൾട്ട് അപ്ലൈ ചെയ്ത് നമുക്ക് എളുപ്പം ഓർഡേഡ് പേരായിട്ട് കണ്ടുപിടിച്ച് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം ഇനി അടുത്ത ഒരു റിസൾട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയ റിസൾട്ടാണ്. നോക്കിയിട്ട് എനി കോംപ്ലക്സ് നമ്പർ z ഈക്വൽ ടു x, y. ഏതൊരു കോംപ്ലക്സ് നമ്പർ z ഈക്വൽ ടു x, y എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറിനെ നമുക്ക് എങ്ങനെ എഴുതാം, എക്സിനെ x, 0 എന്നും y നമുക്ക് 0, y എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. അതായത് x എന്ന് പറഞ്ഞാൽ റിയൽ പാർട്ട് മാത്രമേ ഉള്ളൂ, അപ്പോൾ അവിടെ ഇമാജിനറി പാർട്ട് 0 ആണ്. y എന്ന് പറഞ്ഞാൽ ഇമാജിനറി പാർട്ട് മാത്രമേ ഉള്ളൂ, അപ്പോൾ അവിടെ റിയൽ പാർട്ട് 0 ആണ്. അപ്പം ഏതൊരു കോംപ്ലക്സ് നമ്പർ z ഈക്വൽ ടു x, y എന്ന് പറഞ്ഞാലും നമുക്കതിനെ ആരുടെ സമ്മായിട്ട് എഴുതാം, റിയൽ പാർട്ട് x, 0 x മാത്രമേ ഉള്ളൂ, പ്ലസ് ഇമാജിനറി പാർട്ട് y നമുക്ക് 0, y എന്ന് എഴുതാം. x, 0 പ്ലസ് 0, y എന്ന് ഏതൊരു കോംപ്ലക്സ് നമ്പർ x, y നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ സാധിക്കും. കാരണം x, 0യും 0, yയും കൂടെ സം ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഓർഡേഡ് പേർ x, y കിട്ടും. ഓക്കെ ആണല്ലോ. ഇനി അതേപോലെ 0 1 × y0 മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരും, 0y വരും. വേണമെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിക്കോ, 0 1ഉം 1 0 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, 0, 1 × y, 0. നമ്മൾ പഠിച്ച റൂൾ അനുസരിച്ച് ഇവിടുത്തെ x1ൻ്റെ സ്ഥാനത്ത് 0യും y1ൻ്റെ സ്ഥാനത്ത് 1ഉമാണ്, x2ൻ്റെ സ്ഥാനത്ത് y-യും y2ൻ്റെ സ്ഥാനത്ത് 0യുമാണ്. x2ൻ്റെ സ്ഥാനത്ത് y-യും y2ൻ്റെ സ്ഥാനത്ത് 0യുമാണ്. അപ്പം അതിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, പ്രോഡക്റ്റ് x1 x2 - y1 y2 വരും ആദ്യത്തെ പേര്, കോമ രണ്ടാമത്തെ പേര് x1 y2 പ്ലസ് എന്ത് വരും, y1 x2 വരും രണ്ടാമത്തെ പേര്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു x1 x2 എന്ന് വെച്ചാൽ 0 × y, 0 × y എന്താണ് 0 ആയിപ്പം, മൈനസ്
y1 y2 1 ഇൻറ്റു 0 അതും എന്തായി ഇപ്പം 0 വരും കോമ x1 y2 ദാ 0 ഇൻറ്റു 0 0 വരും പ്ലസ് y1 x2 1 ഇൻറ്റു y വരും ഓക്കെ അപ്പം ഓടയുടെ പേരിനകത്ത് ആദ്യത്തേത് 0 വരും കോമ 0 പ്ലസ് y വരും ഓക്കെ അപ്പോൾ അതിൻ്റെ പ്രോഡക്റ്റ് എന്ത് വരും 0 കോമ y വരും ഓക്കെ ആണല്ലോ അപ്പം 0y എന്ന് പറഞ്ഞ കോംപ്ലക്സ് നമ്പറിന് പകരം ഇതിനെ ഇപ്പം നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്താൽ അവിടുത്തെ 0yക്ക് പകരം നമുക്ക് എന്ത് എഴുതാം 01 ഇൻറ്റു y0 എന്ന് എഴുതാം അപ്പം z എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം ദാ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം z ഈക്വൽ ടു xy എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ x, 0യും പ്ലസ് 01 ഇൻറ്റു y0 ഇതെന്താണ് ആദ്യത്തെ x, 0 അത് തന്നെ വരുന്നു പ്ലസ് 01 ഇൻറ്റു y0 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും 0, y കിട്ടും എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് മനസ്സിലായല്ലോ ഇനി ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യാൻ പറഞ്ഞാൽ റിയൽ പാർട്ട് ആഡ് ചെയ്യാൻ പറഞ്ഞാൽ എക്സും 0യുമാണ് റിയൽ പാർട്ട് എക്സ് പ്ലസ് 0 ഇമാജിനറി പാർട്ട് 0യും y-യുമാണ് അപ്പോൾ 0 പ്ലസ് y ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര ഒരു ആൻസർ എക്സ് പ്ലസ് y എന്ന് കിട്ടും ഓക്കെ ഇങ്ങനെയാണ് രണ്ട് കോംപ്ലക്സ് നമ്പറിനെ ആഡ് ചെയ്യാൻ പറഞ്ഞാൽ അവിടെ ആഡ് ചെയ്യുന്നത് ഓക്കെ ആണല്ലോ ഡൗട്ട് ഇല്ലല്ലോ ഇനി ഒരു ചെറിയൊരു കാര്യം കൂടെ ഇനി ഇസഡ് സ്ക്വയർഡ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് ഇസഡ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ആണെങ്കിൽ ഇസഡ് സ്ക്വയർഡ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ഇസഡ് സ്ക്വയർഡ് ഈക്വൽ ടു ഇസഡ് ഇൻറ്റു ഇസഡ് ആയിരിക്കും കണ്ടുപിടിക്കുന്നത് അല്ലേ ഇസഡ് ഇൻറ്റു ഇസഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇസഡ് ഇൻറ്റു ഇസഡ് ഇസഡിനെ നമ്മൾ എക്സ് പ്ലസ് ഐ വൈ എന്ന് റെപ്രസെൻറ്റ് എക്സ് പ്ലസ് ഐ വൈ ഇൻറ്റു എക്സ് പ്ലസ് ഐ വൈ ആയിരിക്കും ഇസഡ് ഇൻറ്റു ഇസഡ് എക്സ് പ്ലസ് ഐ വൈ ഇൻറ്റു എക്സ് പ്ലസ് ഐ വൈ എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് ഐ വൈ ദ ഹോൾ സ്ക്വയർഡ് ആണ് അല്ലേ എക്സ് പ്ലസ് ഐ വൈ ദ ഹോൾ സ്ക്വയർഡ് എന്ന് പറഞ്ഞാൽ ഏത് ഐഡൻറ്റിറ്റി പോലാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർഡ് എന്ന് പറഞ്ഞൊരു ഐഡൻറ്റിറ്റി പഠിച്ചിട്ടുണ്ട് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർഡ് നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എ സ്ക്വയർഡ് എ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർഡ് എന്ന് എഴുതുന്നു ഇവിടെ എയുടെ സ്ഥാനത്ത് ആരാ വന്നിരിക്കുന്നത് എക്സ് ആണ് വന്നിരിക്കുന്നത് ബിയുടെ സ്ഥാനത്തോ ഐ വൈ ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു എ സ്ക്വയർഡ് എന്ന് പറയുമ്പോൾ എക്സ് സ്ക്വയർഡ് വരുന്നു പ്ലസ് 2ab 2 ഇൻറ്റു എയുടെ സ്ഥാനത്ത് എക്സും ബിയുടെ സ്ഥാനത്ത് ഐ വൈയുമാണ് പ്ലസ് ബി സ്ക്വയർഡ് എന്ന് വെച്ചാൽ ഐ വൈയുടെ സ്ക്വയർ വരും ഓക്കെ ആണല്ലോ ദാറ്റ് ഈസ് ഈക്വൽ ടു ആദ്യത്തെ ടൈം എക്സ് സ്ക്വയർഡ് വരുന്നു പ്ലസ് അടുത്ത ടൈമോ ഇതിനെ നമുക്ക് 2ixy എന്ന് എഴുതാം അല്ലെ 2ixy അടുത്ത ടൈം എന്താണ് ഐ സ്ക്വയർഡ് വൈ സ്ക്വയർഡ് വരും അല്ലെ അടുത്ത ടൈം ഐ സ്ക്വയർഡ് ഇൻറ്റു വൈ സ്ക്വയർഡ് വരും ഐ സ്ക്വയർഡിൻ്റെ വാല്യൂ എത്ര നമ്മൾ പഠിച്ചിട്ടുണ്ട് ഐ സ്ക്വയർഡിൻ്റെ വാല്യൂ -1 ആണ് അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർഡ് പ്ലസ് 2ixy വരും ഐ സ്ക്വയർഡിൻ്റെ വാല്യൂ -1 ആണെങ്കിൽ -y സ്ക്വയർഡ് വരും വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ റിയൽ പാർട്ടിനെ സെപ്പറേറ്റ് ചെയ്യാം റിയൽ പാർട്ട് ആരാണ് എക്സ് സ്ക്വയർഡ് മൈനസ് വൈ സ്ക്വയർഡ് ആണ് റിയൽ പാർട്ട് പ്ലസ് 2ixy ഇതാണ് ഇമാജിനറി പാർട്ട് അപ്പോൾ ഇവിടുത്തെ റിയൽ പാർട്ട് എന്ന് പറയുന്ന എക്സ് സ്ക്വയർഡ് മൈനസ് വൈ സ്ക്വയർഡും ഇമാജിനറി നമ്പർ എന്ന് പറഞ്ഞാൽ 2xy ആണ് ഓക്കെ ഇമാജിനറി പാർട്ട് 2xy ആണ് ഐയുടെ കൂടെ വരുന്നതാണ് ഇമാജിനറി പാർട്ട് ഇങ്ങനെയാണ് നമ്മൾ ഇസഡ് സ്ക്വയർഡ് കണ്ടുപിടിക്കുന്നത് ഓക്കെ ഇനി ഇസഡ് ക്യൂബാണ് കാണാൻ ചോദിച്ചിരിക്കുന്നതെങ്കിലോ ഇസഡ് ക്യൂബ് ആണെങ്കിൽ നമ്മൾ ചോദിക്കുന്നത് ഇസഡ് ക്യൂബ് ആണെങ്കിൽ നമുക്ക് ഇസഡ് സ്ക്വയർഡ് ഇൻറ്റു ഇസഡ് കണ്ടുപിടിച്ചാൽ മതി ഓക്കെ ഇസഡ് സ്ക്വയർഡ് ഇൻറ്റു ഇസഡ് എന്ന് പറയുന്നു അല്ലെങ്കിൽ ദാ ഇങ്ങനെയും എഴുതാം എക്സ് പ്ലസ് ഐ വൈ ദ ഹോൾ ക്യൂബ് ഇസഡ് ക്യൂബ് എന്ന് വെച്ചാൽ എക്സ് പ്ലസ് ഐ വൈ ദ ഹോൾ ക്യൂബ് രണ്ട് രീതിയിലും കണ്ടുപിടിക്കാം എക്സ് പ്ലസ് ഐ വൈ ദ ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ ഏത് റിസൾട്ട് പോലാണ് എ പ്ലസ് ബി ദ ഹോൾ ക്യൂബ് പോലാണ് എ പ്ലസ് ബി ദ ഹോൾ ക്യൂബിൻ്റെ ഐഡൻറ്റിറ്റി എന്താണ് എ പ്ലസ് ബി ദ ഹോൾ ക്യൂബിൻ്റെ ഐഡൻറ്റിറ്റി എ ക്യൂബ് എ പ്ലസ് 3a സ്ക്വയർഡ് ബി പ്ലസ് 3ab സ്ക്വയർഡ് പ്ലസ് ബി ക്യൂബ് ഇതാണ് എ പ്ലസ് ബി ദ ഹോൾ ക്യൂബിൻ്റെ ഐഡൻറ്റിറ്റി ഇവിടുത്തെ എയുടെ സ്ഥാനത്ത് ആരാ വന്നിരിക്കുന്നത് എയുടെ സ്ഥാനത്ത് എക്സും ബിയുടെ സ്ഥാനത്ത് ഐ വൈയുമാണ് അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു എ ക്യൂബ് എന്ന് പറഞ്ഞാൽ എക്സ് ക്യൂബ് വരും പ്ലസ് 3a സ്ക്വയർഡ് ബി എന്ന് വെച്ചാൽ 3x സ്ക്വയർഡ് ഇൻറ്റു ബിക്ക് പകരം ഐ വൈ കൊടുക്കുന്നു പ്ലസ് 3ab സ്ക്വയർഡ് 3x ഇൻറ്റു ബി സ്ക്വയർഡ് ബി ആരാ ഐ വൈയുടെ സ്ക്വയർ വരും പ്ലസ് ബി ക്യൂബ് എന്ന് വെച്ചാൽ എന്ത് വരും ഐ വൈയുടെ ക്യൂബ് വരും ഓക്കെ ദാറ്റ് ഈസ് ഈക്വൽ ടു ആദ്യത്തെ ടൈം എക്സ് ക്യൂബാണ് അടുത്ത ടൈം ഐ ഉള്ള ടൈം അല്ലേ അപ്പോൾ അതിനെ നമുക്ക് 3i ഇൻറ്റു എക്സ് സ്ക്വയർഡ് വൈ എന്ന് ഓർഡറിൽ എഴുതാം അടുത്ത ടൈം നോക്കിയേ 3x ഇൻറ്റു പ്ലസ് 3x ഇൻറ്റു അടുത്ത ടൈം ഐ സ്ക്വയർഡ് വൈ സ്ക്വയർഡ് വരും ഓക്കെ പ്ലസ് അടുത്ത ടൈമോ ഐ ക്യൂബ് വൈ ക്യൂബ് വരും ഓക്കെ ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യാൻ ആദ്യത്തെ ടൈമിന് പ്രത്യേകിച്ച് സിംപ്ലിഫിക്കേഷൻ ഒന്നുമില്ല എക്സ് ക്യൂബാണ് രണ്ടാമത്തെ ടൈമിന് പ്രത്യേകിച്ച് സിംപ്ലിഫിക്കേഷൻ ഒന്നുമില്ല 3ix സ്ക്വയർഡ് വൈ അടുത്ത ടൈമിനകത്ത് ഒരു ഐ സ്ക്വയർഡ് ഇല്ലേ ഐ സ്ക്വയർഡിന് വരെ നമുക്ക് എന്ത് കൊടുക്കണം -1 കൊടുത്താൽ ആ ടൈം അങ്ങ് -i മൈനസ് 3x വൈ സ്ക്വയർഡ് അടുത്ത ടൈമാണ് എന്താണ് ഐ ക്യൂബാണ് ഐ ക്യൂബിൻ്റെ റിസൾട്ട് ഞാൻ തൊട്ട് മുമ്പേ പറഞ്ഞായിരുന്നു ഐ ക്യൂബിന് എന്ന് വെച്ചാൽ -i ആണ് അപ്പം ഐ ക്യൂബിന് വരെ -i കൊടുത്താൽ -i വൈ ക്യൂബ് ഓക്കെ
അപ്പോൾ ഇവിടുത്തെ റിയൽ പാർട്ടിനെ സെപ്പറേറ്റ് ചെയ്താൽ എക്സ് ക്യൂബ് എ മൈനസ് 3xy² ഒരു ബ്രാക്കറ്റ് എഴുതാം. എക്സ് ക്യൂബ് എ മൈനസ് 3xy² ഒരു ബ്രാക്കറ്റ്. ഇത് റിയൽ പാർട്ടാണ്. പിന്നെ ഐ ഉള്ള പാർട്ടാണ് ഇമാജിനറി പാർട്ട്. അതിനകത്തുനിന്ന് നമ്മൾ പ്ലസ് ഐ കോമൺ എടുക്കുന്നു. ഐ കോമൺ എടുത്ത ബ്രാക്കറ്റ് എന്ത് വരും? ഐ കോമൺ എടുത്ത ബ്രാക്കറ്റിൽ 3x² മൈനസ് y³ എന്ന് വരും. ഓക്കെ, അപ്പം ഇത് റിയൽ പാർട്ടും ഐ ഉള്ള ഇത് ഇമാജിനറി പാർട്ടും. ഇങ്ങനെയാണ് നമുക്ക് ഏത് രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് തന്നാലും നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്യുന്നതും ആഡ് ചെയ്യുന്നതും ഈ രീതിയിലാണ്. അഡീഷനും മൾട്ടിപ്ലിക്കേഷനും നല്ല കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചണം. ഓക്കെ ആണല്ലോ? ഓക്കെ.